പക്ഷെ സാർ എന്നെ വഴക്ക് പറയരുത്. എടോ, ആദ്യം താൻ കാര്യം പറയും, അത് കഴിഞ്ഞിട്ടല്ലേ വഴക്ക് പറയുന്നതും പറയാത്തതും ഒക്കെ. ഞാനെപ്പോഴും പറയാറില്ലേ ഗാഥമാടത്തെ പോലെ വേറൊരാളുണ്ടെന്ന്. അവരെ ഞാനിപ്പോ അമ്പലത്തിൽ വെച്ച് കണ്ടു. ആ സാറേ, ഞാൻ സത്യമായിട്ടാ പറയുന്നത്. ഞാനിപ്പോ കണ്ടിട്ടാ വരുന്നത്. ഒരാളെ പോലെ പലരും കാണില്ലേ മാണിക്കുഞ്ഞെ? അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇയാള് കണ്ടത്. അയ്യോ, എനിക്കൊരാളെ പോലെ കുറെ പേരുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ദേ, ഈ നിൽക്കുന്ന മാഡത്തിന്റെ അതേ മുഖം, ശരിക്കും ഇരട്ടകളെ പോലെ. സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാർ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. വേണ്ട, ആരും എങ്ങും പോകുന്നില്ല. മാണിക്കുഞ്ഞിനെ അങ്ങനെ പലതും തോന്നുന്നു വിചാരിച്ച് അതിന്റെ പുറകെ നടക്കലാണോ ഇവിടെയുള്ളവരുടെ ജോലി? സത്യമായിട്ടും മാഡം ഞാൻ കണ്ടതാ. സംശയം ഉണ്ടെങ്കിലേ മാഡം കൂടെ വന്നു. നേരിട്ട് കാണുമ്പോ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. ഈ രണ്ട് കഥയെ കാണുന്ന അസുഖം മാണിക്കുഞ്ഞൻ കുറച്ചു നാളുകൊണ്ട് ഇല്ലാതിരുന്നാണല്ലോ. ഇപ്പൊ എന്താ വീണ്ടും വന്നോ? ഇതൊരു തരം ഹാലുസിനേഷനാ. ഇല്ലാത്ത ചില ഇമേജസ് ഒക്കെ ഉണ്ടെന്ന് തോന്നാം. അത് സംശയമായിട്ട് കൊണ്ടു നടക്കാം. മലയാളത്തിൽ ചെറിയ വട്ടമുണ്ടെന്നൊക്കെ പറയും. ഓഹോ, അപ്പൊ എന്റെ തലയ്ക്ക് സുഖമില്ലെന്നല്ലേ സാറ് പറഞ്ഞു വരുന്നത്? സാറെന്ത് പറഞ്ഞാലും മാണിക്കുഞ്ഞ് കള്ളം പറയില്ല. ഒരു ദിവസം ഞാനിത് തെളിയിക്കും. സാർ നോക്കൂ. എടോ, താനത് കാര്യമാക്കണ്ട. മാണിക്കുഞ്ഞൻ അങ്ങനെ പലതും തോന്നും. ശരിയെന്നാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇപ്പൊ മമ്മിക്ക് സമാധാനായില്ലേ? അവളെ എങ്ങനെയും പറഞ്ഞു വിടാൻ പറഞ്ഞാ അത് കേക്കില്ല. എല്ലാം കൂടെ തകിടം പറഞ്ഞ് തറയിൽ വീടാനേ ഇനി അധികം നേരൊന്നും എടുക്കില്ല. വരുന്നിടത്ത് വെച്ച് അനുഭവിക്കാം, അത്ര തന്നെ. അത് മാഡം ഞാനൊരു കാര്യം കേട്ടു. അത് മാഡത്തിനെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താ കൃഷ്ണ? പിന്നെ ഞാനത് പറഞ്ഞ മാഡം വഴക്കിനൊന്നും പോകരുത്. ആളുകളെ അറിഞ്ഞു പെരുമാറിയ മതി. നീ കാര്യം എന്താ പറ. മാഡത്തിനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നില്ലേ, ഒരു സ്ത്രീ. എന്തോ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട്. അവന്തികയുടെ കാര്യമാണോ പറയുന്നത്? അവന്തിക, അത് തന്നെ. അവർക്കെന്ത് പറ്റി? അവർക്കൊന്നും പറ്റിയില്ല. പക്ഷെ അവര് മേഡം വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവരുടെ ഉദ്ദേശങ്ങളൊന്നും അത്ര ശരിയല്ല. സിത്താരെ ഒടിച്ചു മടക്കി എന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പുതിയ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാം. ആദ്യം കൂടുതൽ ഫണ്ട് നമ്മൾ ചെലവാക്കും. പിന്നെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. സിത്താരയുടെ നല്ല മനസ്സ് മുതലെടുത്ത് മുഴുവൻ ഫണ്ടും അവരെ കൊണ്ട് ചെലവാക്കിപ്പിക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവളെ ചതിച്ചു നമുക്ക് മനസ്സിലാവുമ്പോ അവളുടെ സ്വത്തിന്റെ 3/4 ഭാഗവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. മാഡം, അവര് ചതിക്കും. ഞാനേ വ്യക്തമായിട്ട് കേട്ടതാ. മേഡൊന്ന് സൂക്ഷിച്ചാ മതി. അവര് പറയുന്ന ഈ പാർട്ട്ണർഷിപ്പിനും കാര്യത്തിനൊന്നും നിക്കണ്ട. ഇന്ന് ഈ പൂജ കഴിയുന്നതോടെ എന്റെ നവീന്റെ ജീവിതം സ്മൂത്ത് ആവുമല്ലേ മമ്മി? യെസ്. മോളുടെ ഈ സന്തോഷമാണ് എന്റെ സന്തോഷം. നീ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിനക്ക് കിട്ടണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അതുകൊണ്ടാ ഈ പൂജയും വഴിപാടുകളൊക്കെ ഞാൻ നിന്നെ കൊണ്ട് നടത്തിക്കുന്നത്. ഐ നോ മമ്മി. എന്റെ മോള് നവീന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അതാ മമ്മിക്ക് വേണ്ടത്. അത് നടക്കണമെങ്കിൽ പൂജയും വഴിപാടും മാത്രം പോരാ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? നമ്മുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട എഫേർട്ട് നമ്മൾ തന്നെ എടുക്കണം. നിനക്ക് വേണ്ടി മമ്മി എന്താ ചെയ്യാതിരുന്നിട്ടുള്ളത്? പൂജ കഴിയുന്നതോടെ ഞാനും നവീനും ഒരു പുതിയ ജീവിതം തുടങ്ങും.
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കൽ പോലും ആ കൃഷ്ണ കടന്നു വരാൻ പാടില്ല. പൂജ കഴിയുന്നതോടെ ഞാനും നവീനും ഒരു പുതിയ ജീവിതം തുടങ്ങും. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കൽ പോലും ആ കൃഷ്ണ കടന്നു വരാൻ പാടില്ല. എന്റെ സന്തോഷം കളയുന്ന ഒരേ ഒരു കാര്യം അത് മാത്രം. അതിനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് മമ്മി എനിക്ക് ഉറപ്പ് തരണം. കൃഷ്ണ എനിക്ക് നല്ലപോലെ അറിയാം. അവളാർക്കും മനഃപൂർവ്വം ദോഷം വരാനായിട്ട് ഒന്നും ചെയ്യില്ല. മമ്മി എന്തിനാ തരം കിട്ടുമ്പോഴൊക്കെ അവളെങ്ങനെ പാടി പുകഴ്ത്തുന്നേ? പുകഴ്ത്തിയതല്ല, അവളെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോളെ, അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല, നിന്റെ സന്തോഷം ഇട്ട് കളയാനും പോകുന്നില്ല. അപ്പൊ ഇത്രയും നാള് ചെയ്തു കൂട്ടിയതൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈശ്വരനായിട്ട് അവളെ നിന്റെ മുന്നിൽ എത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എത്രയോ ആപത്തുകളിൽ നിന്ന് അവൾ നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ മോള് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട. ആ പൂജ ഭംഗിയായിട്ട് ചെയ്തു തീർക്കണം. അത് മാത്രം മതി മനസ്സിൽ.